വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: എന്താണ് ഗലീലായിലെ കാനായിൽ 3-ാം ദിവസം നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിവാഹ വിരുന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 2: അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ ഡാഷ്. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കിടക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3: കലവറക്കാരൻ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിഥികൾ ലഹരിയിലായപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 4: ഒരുവനും ദൈവസന്നിധിയിൽ ഡാഷ് വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 5: യേശു ഏത് സമയത്ത് കിണറിന്റെ അരികിലിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 6-ാം മണിക്കൂർ. ക്വസ്റ്റ്യൻ നമ്പർ 6: നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 7: ഡാഷ് ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മെതിക്കളത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8: ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചത് അവർ കണ്ട അടയാളങ്ങൾ എന്തായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രോഗികളിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 9: കർത്താവിന്റെ എന്തിന്റെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു? അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉടമ്പടിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 10: എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്തിന്റെ അരുവികൾ ഒഴുകും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവജലത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 11: മഹലോനും കിലിയോനും തമ്മിലുള്ള ബന്ധം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സഹോദരൻ. ക്വസ്റ്റ്യൻ നമ്പർ 12: ബലി അർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്താണ് കൊടുത്തിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഓഹരി.
ക്വസ്റ്റ്യൻ നമ്പർ 13. 3 ദിവസം എന്ന വാക്ക് യേശുവിന്റെ ജീവിതത്തിൽ പിന്നീട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുനരുദ്ധാനം. ക്വസ്റ്റ്യൻ നമ്പർ 14. അവന്റെ പേര് എലിമലക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹലോനും കിലിയോനും. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ എവിടെ താമസമാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൊവാബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 15. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ഡാഷ് വലുതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആദ്യത്തേതിലും. ക്വസ്റ്റ്യൻ നമ്പർ 16. ദൈവം തന്റെ പുത്രനെ ഏതുദ്ദേശത്താൽ ലോകത്തിലേക്ക് അയച്ചുവെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ലോകം രക്ഷ പ്രാപിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 17. ദൈവം കൂടെയില്ലെങ്കിൽ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിക്കോദമോസ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അടയാളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 18. കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു അവൻ. ആരുടെ കുറിച്ചാണ് ഈ വാക്ക് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ സ്നാപകൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഫിലിസ്ത്യ ഡാഷ് വിളിച്ചുകൂട്ടി ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രഭുക്കന്മാരെ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ മുഖേന എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 3. ക്വസ്റ്റ്യൻ നമ്പർ 21. യോഹന്നാൻ ആകാശത്തിൽ നിന്ന് എന്ത് കണ്ടിറങ്ങി വരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രാവ് പോലെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ലോകം ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 23. ആരുടെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 24. എൽക്കാന ബലിയർപ്പിക്കുന്ന ദിവസം ആർക്കൊക്കെ ഓഹരി കൊടുത്തിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭാര്യ പെനീനായിക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും. ക്വസ്റ്റ്യൻ നമ്പർ 25. യേശു തന്റെ പിതാവിനെ എന്തെന്ന് വിളിച്ചു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 26. യഹൂദരോട് യേശു മറുപടി പറഞ്ഞ വാക്ക് ഏത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഈ ദേവാലയം നശിപ്പിക്കുവിൻ, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 27. യേശു തന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ആരിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പിതാവിന്റെ അടുക്കൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 28. യേശു പറഞ്ഞ പ്രകാരം പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എങ്ങനെയാണ് വിധിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീതിയായി.
ക്വസ്റ്റ്യൻ നമ്പർ 29. യേശു തന്റെ അമ്മയോട് പറഞ്ഞത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല. ഇതെന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. അവന്റെ പൊതുജന പ്രവർത്തനം ആരംഭിക്കാൻ സമയമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 30. കർത്താവിന്റെ പേടകം അവിടെ എത്ര വർഷം ഇരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 31. ബേത്സൈദ കുളത്തിന്റെ അടുത്ത് കിടന്നിരുന്നത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുരുടരും മുടന്തരും തളർവാദക്കാരുമായ രോഗികൾ. ക്വസ്റ്റ്യൻ നമ്പർ 32. എല്ലാ മനുഷ്യരെയും ഡാഷ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രകാശിപ്പിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 33. വിവാഹം നടന്ന കാനായിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 34. കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവിടുത്തോട് എന്ത് പറയാനാണ് ഏലി സാമുവേലിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 35. വചനത്തിന്റെ മഹത്വം എങ്ങനെ നിറഞ്ഞിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കൃപയും സത്യവും കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 36. യേശു നേരിട്ട് ആരെയും എന്ത് ചെയ്യാതിരുന്നതാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നാനപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 37. ഹന്ന എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. നല്ല ഇടയന്റെ പ്രത്യേകത എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 39. യഹൂദരോട് യേശു മറുപടി പറഞ്ഞ വാക്ക് ഏത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഈ ദേവാലയം നശിപ്പിക്കുവിൻ, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 40. യേശു മനുഷ്യരെ പറ്റി എന്തറിഞ്ഞിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവരിലുള്ളതെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 41. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച ഡാഷ് തുടങ്ങിയിരുന്നു. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 42. യേശു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം വിതരണം ചെയ്തത് എപ്പോഴാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എല്ലാവരും ഇരുന്ന ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 43. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് ആര് മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി? റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 44. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം എന്ന് യേശു പറഞ്ഞത് എവിടെ?
ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കവർനാമിലെ സിനഗോഗിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. മീനുകൾ എത്രയുണ്ടായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 46. കിലിയോനിന്റെ സഹോദരൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹലോൻ. ക്വസ്റ്റ്യൻ നമ്പർ 47. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിന്റെ ഡാഷ് പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുരിശിനെ. ക്വസ്റ്റ്യൻ നമ്പർ 48. കർത്താവിന്റെ ഡാഷ് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ ആക്കട്ടെ. നീ എഫ്രാത്തായിൽ ഐശ്വര്യവാനും ബേത്ലഹേമിൽ പ്രസിദ്ധനുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭവനത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 49. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ ആരോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 50. അവനെ കൂടാതെ ഉണ്ടായിട്ടില്ലാത്തത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒന്നും. ക്വസ്റ്റ്യൻ നമ്പർ 51. ആന്ത്രയോസ്, ഫിലിപ്പോസ് ഇരുവരും യേശുവിനെ വിവരമറിയിച്ചത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അവിടെ എത്തിയവിടം. ക്വസ്റ്റ്യൻ നമ്പർ 52. യഹൂദർ വധിക്കാൻ ആഗ്രഹിച്ചതിനാൽ യേശു എവിടെയിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടില്ല? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യൂദയ. ക്വസ്റ്റ്യൻ നമ്പർ 53. നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ, എന്തിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നന്മ ചെയ്യുന്നതിൽ. ക്വസ്റ്റ്യൻ നമ്പർ 54. ദൈവദൂഷണം എന്ന് പറഞ്ഞ് യഹൂദർ യേശുവിനെ എവിടെയാണ് കുറ്റപ്പെടുത്തിയത്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സോളമന്റെ മണ്ഡപത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 55. യേശുവിനെ അനുഗമിച്ച ജനക്കൂട്ടം എത്രയോളമായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 5000-ഓളം. ക്വസ്റ്റ്യൻ നമ്പർ 56. വയലിൽ കാല പെറുക്കാൻ അനുവദിക്കണമെന്ന് റൂത്ത് അപേക്ഷിച്ചു. എപ്പോൾ മുതൽ എപ്പോൾ വരെ വിശ്രമമില്ലാതെ കാല പറിക്കുകയാണ് എന്നാണ് അവൾ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രാവിലെ മുതൽ ഇതുവരെ. ക്വസ്റ്റ്യൻ നമ്പർ 57. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഡാഷ് പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭാര്യയും. ക്വസ്റ്റ്യൻ നമ്പർ 58.
വന്നു കാണുക എന്ന് പറഞ്ഞവർ ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 59. യേശു പറഞ്ഞു, എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് ഡാഷ്. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങൾക്ക് വരാൻ സാധിക്കുകയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 60. സമരിയാക്കാരി യേശുവിനോട് അപേക്ഷിച്ചത് എന്തിനാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവജലം തരാൻ. ക്വസ്റ്റ്യൻ നമ്പർ 61. ഫിലിസ്തീർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിന്റെ ഡാഷ് നാം എന്ത് ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 62. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഡാഷ് ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിന്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അധ്വാന ഫലം. ക്വസ്റ്റ്യൻ നമ്പർ 63. യേശു വെളിച്ചമായ ലോകത്തിലേക്ക് വരുന്നുവെന്ന് പ്രഖ്യാപിച്ചത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 64. അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല, ആരാണ് പറഞ്ഞത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 65. യേശു സ്ത്രീയോട് സംസാരിച്ചത് എവിടെയാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കിണറിന്റെ കരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. നിങ്ങൾ സഹിച്ചവയത്രയും ആയിരുന്നുവോ തീർത്തും വ്യർത്ഥം? ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വ്യർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 67. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേട്ടവർ ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്താണ് ഗലീലായിലെ കാനായിൽ 3-ാം ദിവസം നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിവാഹ വിരുന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 69. ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. 1 സാമുവൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 70. യേശു തന്റെ വാക്കുകൾ എവിടെയായിരിക്കും സംസാരിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവിന്റെ സന്നിധിയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 71. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ എന്ത് ചെയ്യുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സംസാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 72. സ്വമേധയാ സംസാരിക്കുന്നവൻ എന്താണ് അന്വേഷിക്കുന്നത്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്വന്തം മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 73.
ഏത് വചനത്തിലാണ് വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 74. മർത്ത എന്തറിഞ്ഞിരുന്നു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം യേശുവിന് എന്ത് ചോദിച്ചാലും തരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 75. രാത്രിയിൽ ഈശോയെ സന്ദർശിച്ച യഹൂദ പ്രമാണി ആര്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദെമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 76. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ ആർക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു? 1 സാമുവൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവിന്. ക്വസ്റ്റ്യൻ നമ്പർ 77. ശിഷ്യന്മാർ വള്ളത്തിൽ കയറി എവിടേക്കാണ് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കവർനാം. ക്വസ്റ്റ്യൻ നമ്പർ 78. നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവനാണ് ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരിച്ഛേദനം സ്വീകരിക്കുന്നവൻ. ക്വസ്റ്റ്യൻ നമ്പർ 79. ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിന്റെ ഡാഷ് നാം എന്തു ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 80. നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക. അവൻ ഡാഷ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ചു കൊടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 6 അളവ്. ക്വസ്റ്റ്യൻ നമ്പർ 81. നിങ്ങളിൽ എന്തില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്നാണ് യേശു പറഞ്ഞത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പാപമില്ലാത്തവൻ. ക്വസ്റ്റ്യൻ നമ്പർ 82. ആണ്ടുതോറും ആരുടെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 83. യഥാർത്ഥ ആരാധകർ എങ്ങനെയാണ് പിതാവിനെ ആരാധിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആത്മാവിലും സത്യത്തിലും. ക്വസ്റ്റ്യൻ നമ്പർ 84. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ എന്ത് ചെയ്യുമായിരുന്നു? അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു. 1 സാമുവൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കിടക്കുകയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 85. എപ്പോൾ കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആണ്ടുതോറും. ക്വസ്റ്റ്യൻ നമ്പർ 86. എപ്പോൾ അവൻ ഞെട്ടിയുണർന്നു? കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അർദ്ധരാത്രിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 87. നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക
എൻ്റെ എന്തല്ലേ? റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടമ. ക്വസ്റ്റ്യൻ നമ്പർ 88. കർത്താവിന്റെ പേടകം അവിടെ എത്ര വർഷമിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 89. നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ എന്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തമാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിയമത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 90. ഇസ്രായേൽ ആര് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്നു? 1 സാമുവൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനം. ക്വസ്റ്റ്യൻ നമ്പർ 91. മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ച് നഗരവാസികളുടെ നിലവിളി എവിടേക്ക് ഉയർന്നു? 1 സാമുവൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആകാശത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 92. അവരിൽ ഒരുവൻ വീണാൽ ഡാഷ് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അപരന്. ക്വസ്റ്റ്യൻ നമ്പർ 93. എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി എപ്പോൾ പട്ടണത്തിൽ നിന്ന് ശീലോയിലേക്ക് പോകുമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വർഷം തോറും. ക്വസ്റ്റ്യൻ നമ്പർ 94. ആരുടെ ഭർത്തത കുടുംബത്തിൽ ബോവാസ് എന്ന പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 95. അവൻ രാജ്യത്ത് ദരിദ്രനായി ജനിച്ചവനാണെങ്കിലും കാരാഗൃഹത്തിൽ നിന്ന് അവന് എവിടെ എത്താൻ കഴിയും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സിംഹാസനത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 96. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ഡാഷ് എന്ന പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 97. ഭാവിയിൽ എല്ലാവരും വിസ്മൃതരാകും. ആരൊക്കെയാണ് ഒന്നുപോലെ മരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജ്ഞാനിയും ഫോഷനും. ക്വസ്റ്റ്യൻ നമ്പർ 98. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ ആര് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു? 1 സാമുവൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 99. തന്നെ ഡാഷ് സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവനെ. ക്വസ്റ്റ്യൻ നമ്പർ 100. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയ എവിടെ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു, തന്നെ തന്നെ വെളിപ്പെടുത്തി? 1 സാമുവൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഷിലോയിൽ. നന്ദി. വചനവയൽ ആപ്പ്
എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.